ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ തിയേറ്ററുകളിലൊക്കെ അത് ഏറ്റവും പുതിയ തെലുഗു സിനിമയാണല്ലോ, പാനന്തൻ സിനിമയാണല്ലോ, ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ കണ്ണപ്പ. സിനിമ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ നെഗറ്റീവ് അഭിപ്രായമാണല്ലോ നേരിടുത്തത്. വിഷ്ണു മഞ്ജു എന്നൊരു തെലുഗു നടൻ നായകനായി എത്തിയ ലാലേട്ടൻ, ഒപ്പം തന്നെ അക്ഷയ് കുമാർ, പ്രഭാസ് തുടങ്ങിയവരെല്ലാം തന്നെ ഗസ്റ്റ് കാമിയോ റോളുകളെ അവതരിപ്പിച്ച ഈ അന്യഭാഷാ സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ട്രാക്കേഴ്സ് കളക്ഷന്റെ അടിസ്ഥാനത്തിൽ സിനിമ 20 കോടി ആദ്യ ദിവസം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്തിട്ടില്ല എന്ന് ഇപ്പോഴത്തെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 16 കോടിയിൽ പരമാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ്. അതിൽ പകുതിയിലേറെ കളക്ഷനും സിനിമ ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയെടുത്തതാണ്. അപ്പോൾ സിനിമ മികച്ച കളക്ഷൻ നേടിയെടുത്തോ എന്ന് ചോദിച്ചാൽ നല്ല കളക്ഷൻ തന്നെ നേടിയെടുത്തിട്ടുണ്ട്. വിഷ്ണു മഞ്ജു നായകനെത്തിയ സിനിമകളിലെ കരിയർ ബെസ്റ്റ് റെക്കോർഡ് കളക്ഷനും മഞ്ജു ഫാമിലിയുടെ തന്നെ ആദ്യ ദിവസത്തെ റെക്കോർഡ് കളക്ഷനുമാണ് ഈ സിനിമ കണ്ണപ്പ നേടിയെടുത്തത് എന്നാണ് റിപ്പോർട്ട്. ഇതിനിടയിൽ കേരളത്തിലെ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ പുറത്തു വരുമ്പോൾ സിനിമ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 30 ലക്ഷത്തിലേറെ കേരള ഗ്രോസ് നേടിയെടുത്തിരിക്കുന്നു. ആദ്യ ദിവസം 32 ലക്ഷമാണ് സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ. ഈ വർഷം റിലീസായ മറ്റ് തെലുഗു സിനിമകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കണ്ണപ്പ മികച്ച തുടക്കം നേടിയെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ 32 ലക്ഷമെങ്കിലും സിനിമ കേരളത്തിൽ നെഗറ്റീവ് അഭിപ്രായങ്ങൾ കൊണ്ട് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ആരാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സിനിമയുടെ മറ്റൊരു കേരള നേട്ടം അടുത്ത മണിക്കൂറുകളിൽ പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട്. ഇതിനിടയിൽ ലാലേട്ടനാണെങ്കിലും പ്രഭാസ് ആണെങ്കിലും സിനിമയിൽ നിന്ന് 1 രൂപ പോലും പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്ന് നേരത്തെ സിനിമയിൽ നായകൻ വെളിപ്പെടുത്തിയതാണല്ലോ. എന്നാൽ അക്ഷയ് കുമാർ സിനിമയിൽ നിന്നും പ്രതിഫലം വാങ്ങിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അക്ഷയ് കുമാറിന്റെ പ്രതിഫലം എത്രയാണ് എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 5 കോടിയിൽ പരം രൂപയാണ് ബോളിവുഡ് താരത്തിന്റെ സിനിമയിൽ നിന്നുള്ള പ്രതിഫലം. അപ്പോൾ മുഴുവൻ സമയം സിനിമയിൽ ഇരുന്നതിന് മികച്ചൊരു പ്രതിഫലം അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. കാത്തിരിക്കൂ കൂടുതൽ കണ്ണപ്പ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.